മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. പത്രോസ് പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ വിലയേറിയവനാകുന്നു. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നിരിക്കുന്നു. അങ്ങനെ വീട് പണിയുന്നവരായ പുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ശർഗത്രി സംഘത്തിന്റെ അംഗങ്ങളുമൊക്കെ യേശുവിനെ തള്ളിക്കളഞ്ഞു, ക്രൂശിച്ചു. എങ്കിലും ദൈവം അവനെ മൂലക്കല്ലാക്കി തീർത്തിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നതിന് ചുരുക്കം. അതുപോലെ തന്നെ എഫേസ് ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം നോക്കാം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതു വരുന്നു. അങ്ങനെ യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാനം. അതിന്റെ മേൽ യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കുകയും ആ മൂലക്കല്ലിനോട് യോജിച്ച് അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ എന്നിങ്ങനെ അടിസ്ഥാന ശിലകൾ ഉപയോഗിച്ച് ദൈവത്തിന്റെ സഭയാകുന്ന മന്ദിരം പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം ക്രിസ്തുയേശുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ മൂലക്കല്ലുകൾ അതേ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ മൂലക്കല്ലുകളോട് ചേർന്ന് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്നിങ്ങനെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അതിന്റെ മേൽ ഇപ്പോൾ ഓരോ വിശ്വാസിയെയും ചേർത്ത് വെച്ച് ഇങ്ങനെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. യെരുശലേം ദേവാലയത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത് രസാവഹമായിരിക്കും. ദൈവത്തിന്റെ സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അതായത് ദൈവവചനം പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇങ്ങനെ 5 തരത്തിലുള്ള ശുശ്രൂഷകളുണ്ട് എന്ന് എഫേസ് ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ സഭയാകുന്ന ആ കെട്ടിടത്തിന്റെ അടിസ്ഥാന ശിലകളായി, അടിസ്ഥാനമായി ഇട്ടതായ കല്ലുകളായി അപ്പോസ്തലന്മാർ, പിന്നെ പ്രവാചകന്മാർ, അങ്ങനെ വിവിധ തരത്തിലുള്ള കല്ലുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആ കല്ലുകളുടെ മേൽ വിശ്വാസികളാകുന്ന ഓരോ കല്ലുകൾ എടുത്തു വെച്ച് പണിയുകയാണ്. ഈ പണിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. യെരുശലേം ദേവാലയം പണിതപ്പോൾ അതിനുപയോഗിച്ചതായ കല്ലുകൾ ക്യൂബുകളായിരുന്നു. അതായത് നീളം, വീതി, ഉയരം എന്നിവയെല്ലാം തുല്യമായ കല്ലുകളായിരുന്നു. ഒരു കല്ലിനേക്കാൾ മറ്റൊരു കല്ല് വലിപ്പം കൂടിയതെന്നോ കുറഞ്ഞെന്നോ ഷെയ്പ്പ് മാറ്റമുള്ളതെന്നോ എന്നൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല അവിടെ കുമ്മായമോ ഒന്നും ഉപയോഗിച്ചല്ല പണിതത്. ഒരു കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ലെടുത്ത് വെക്കുക, അങ്ങനെ വെച്ച് വെച്ച് പണിതു പോകുകയായിരുന്നു. കല്ലുകൾക്കെല്ലാം ഒരേ വലിപ്പമായിരുന്നു. സമചതുര കട്ടകൾ പോലെ ക്യൂബുകളായിട്ടാണ് അവ പണിതത്. ഒരു കല്ലിന്റെ നീളം 1 മീറ്ററാണ് എന്ന് വെറുതെ നമ്മളങ്ങ് സങ്കല്പിച്ചാൽ, എനിക്കറിഞ്ഞുകൂടാ എന്താണ് നീളമെന്ന്, അത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും 1 മീറ്റർ എന്ന് വെറുതെ സങ്കല്പിച്ചാൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കമുള്ളതായി ഒരു കല്ല്, അതിന്റെ മുകളിൽ മറ്റൊരു കല്ല്, അങ്ങനെ വെച്ചാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ദൈവസഭയിലെ എല്ലാ വിശ്വാസിയും ഒരേ അളവിലുള്ളവനാണ്. ഒരു മാർമിക വിഷയമായി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ദൈവസഭയിൽ വലിയവനും ചെറിയവനുമില്ല, താണജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനുമില്ല, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനുമെന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല. എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അവരുടെ എല്ലാം വലിപ്പം ഒന്നാണ്. കോടീശ്വരനായ ഒരു വ്യക്തി ദൈവസഭയിൽ വന്നാൽ അവന്റെ ആ വലിയ വലിപ്പവും കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. 1 മീറ്ററാണ് നീളം, വീതി, ഉയരമെങ്കിൽ അത് സങ്കല്പമാണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ വലിപ്പമുള്ള കല്ലിനെ അനാവശ്യ ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റി 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കമുള്ളതാക്കി മാറ്റിയേ മതിയാകൂ. ചെറിയവനാണെങ്കിലും 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കം തന്നെ ഉണ്ടായേ മതിയാകൂ. അത് പറയുമ്പോൾ ചിലർക്കൊരു സംശയം തോന്നാം, ചില കല്ലുകൾക്ക് അത്രയും വലിപ്പം കിട്ടത്തില്ലല്ലോ. വലിപ്പം അത്രയും കിട്ടുകയില്ലെങ്കിൽ ആ കല്ല്
ദൈവാലയത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, അത് മാറ്റിക്കളഞ്ഞേക്കുക. അപ്പോൾ സാന്ദർഭികമായി നിങ്ങൾക്കൊരു സംശയം തോന്നാം, ദൈവസഭയിൽ നിന്ന് ചിലരെ ഇപ്രകാരം മാറ്റി നിർത്തേണ്ടതായി വരുമോ? എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ മാറ്റി നിർത്തേണ്ടതായി വരുമെന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരുവന് ഒരു വിവാഹം കഴിച്ചു, ഭാര്യയും മക്കളുമുണ്ട്. അവളെ ഉപേക്ഷിച്ച് വേറൊരുത്തിയ വിവാഹം കഴിച്ചു. ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടെന്നും പറഞ്ഞ് ദൈവസഭയിലേക്ക് കടന്നു വന്നാൽ, ഇത് രണ്ടും എന്റെ ഭാര്യമാരാണ് എന്നും പറഞ്ഞു കൊണ്ടുവന്നാൽ ഇവരെ നിങ്ങൾ സ്വീകരിക്കുമോ സ്വീകരിക്കുകയില്ലയോ? ഇങ്ങനെയുള്ള ചില കല്ലുകളെ ഒരു വിധത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതിന് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കം ഉണ്ടാകുകയില്ല. വലിപ്പം കൂടുതലാണെങ്കിൽ എങ്ങനെയെങ്കിലും വെട്ടിക്കണ്ടിച്ച് അതിന് ശരിയായ വലിപ്പം ഉണ്ടാക്കാം. എന്നാൽ വലിപ്പം കുറഞ്ഞു പോയാൽ അത് വലിപ്പം കൂട്ടാനുള്ള മാർഗമൊന്നുമില്ല. എത്ര ശ്രമിച്ചാലും ദൈവസഭയിൽ എടുക്കാൻ പറ്റാത്ത ചിലർ ഈ ലോകത്തുണ്ട്. അത്രമാത്രം അവർ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ വയ്യാത്ത സ്ഥിതിയിലുള്ളവരുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ദൈവസഭയിലുള്ള വലിയവനും ചെറിയവനുമെല്ലാം ഒരേ വലിപ്പമേയുള്ളൂ. പണം കൂടുതലുള്ളത് കൊണ്ട് ഒരാൾ വലിയവനാകുന്നില്ല, പണമില്ലാത്തത് കൊണ്ട് ഒരാൾ ചെറിയവനാകുന്നില്ല. അതുപോലെ തന്നെ സൗന്ദര്യമുള്ളത് കൊണ്ട് വലിയവനാകുന്നില്ല, സൗന്ദര്യമില്ലാത്തത് കൊണ്ട് ചെറിയവനാകുന്നില്ല. വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് വലിയവനാകുന്നില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ചെറിയവനുമാകുന്നില്ല. ദൈവസഭയുടെ കല്ലാണെങ്കിൽ ഒരേ വലിപ്പം തന്നെ ആയിരിക്കണം. പക്ഷേ ഒരു വലിപ്പമുള്ള കല്ല് പറയുകയാണ്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് വലിപ്പമുള്ളവരാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഇതേ വലിപ്പത്തിലെ ദൈവസഭയിലേക്ക് വരൂ. നീ നിന്റെ പാരമ്പര്യം കൊണ്ട് വീട്ടിലിരുന്നാ മതി, നീ ദൈവസഭയിലേക്ക് പോരണ്ട. ദൈവസഭയിലേക്ക് നീ വരുന്നെങ്കിൽ നിന്റെ ഈ അനാവശ്യ വലിപ്പമൊക്കെ വിട്ടുകളഞ്ഞിട്ട് മറ്റുള്ളവരെ പോലെ അതേ വലിപ്പത്തിൽ, ഒരേ വലിപ്പത്തിൽ നീ വന്നേ മതിയാകൂ. നിന്റെ അനാവശ്യമായ വലിപ്പങ്ങൾ, വൃഥാ സ്ഥൂലതയൊക്കെയും വിട്ടുകളയാതെ ദൈവസഭയിലെ കല്ലാകുവാൻ സാധ്യമല്ല. യേശുവിന്റെ അടുക്കൽ വന്ന് ജീവനുള്ള കല്ലായി മാറണമെങ്കിൽ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തതായ കല്ലുകളായിരിക്കണം. യെരുശലേം ദേവാലയം പണിതപ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ ഉപയോഗിച്ചാണ് പണിതത് എന്ന് 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് ദൈവാലയം പണിതതുകൊണ്ട് ദൈവാലയം പണിയുന്ന സ്ഥലത്ത് മഴുവിന്റെയും ചുറ്റികയുടെയും ഒന്നും ഒച്ച കേട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ദൈവസഭയാകുന്ന ദൈവാലയം പണിയുന്നിടത്തും ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ദൈവസഭയിലേക്ക് ഇവനെ കൊണ്ടുവരുന്നതിന് മുൻപായി തന്നെ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അനാവശ്യമായതെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് വരണം. പക്ഷെ പലപ്പോഴും ദൈവദാസന്മാർക്ക് അതിന് ധൈര്യമുണ്ടാകാറില്ല. വലിയൊരു പണക്കാരനെ കൈകിട്ടി അയാള് കുറേശ്ശെ മദ്യപിക്കും, ഇടവിടാതെ പുകവലിക്കും. സഹോദര, മദ്യപാനവും നിർത്തി, പുകവലിയും നിർത്തി, ദുർനടപ്പൊക്കെ നിർത്തി, എല്ലാം നിർത്തിയിട്ട് നീ ദൈവസഭയിൽ വന്നാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം ശുശ്രൂഷകന്മാർക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ 4 കാശുള്ളവനാണെങ്കിൽ പിന്നെ ഒന്നും ചോദിക്കത്തില്ല, നേരെ ഇങ്ങ് വിളിച്ചുകൊണ്ട് പോരും. പരസ്യമായി ഒരു പക്ഷേ സഭയിൽ ഇരുന്നവൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യുകയില്ലായിരിക്കാം. പക്ഷെ അതിൽ നിന്നൊന്നും അവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല, വീണ്ടും ജനനം ഉണ്ടായിട്ടില്ല. വെറുതെ ബെന്തക്കോസിൽ ചേരാൻ വന്നതേയുള്ളൂ. സത്യം പറയാനുള്ള ധൈര്യം നമുക്കില്ല. അതുകൊണ്ട് അവനെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി നമ്മുടെ സഭയിലാക്കും. 6 മാസമോ 1 കൊല്ലമോ കഴിയുമ്പോൾ അവന്റെ തനി സ്വരൂപം പുറത്തു വരും. സഭയിലാകെ കൂടെ പ്രശ്നമാകും. ഒരേ വലിപ്പമുള്ള കല്ലുകൾ ഇരിക്കുന്നതിനിടയിൽ ഈ മഹാപർവ്വതം പോലൊരു കല്ല് വന്ന് കയറിയതോടെ ആകെ കൂടെ പണി കുഴപ്പമായി. ഒരു ദിവസം ഈ കല്ല് ഉരുണ്ടുപടച്ച് താഴെ വീഴുന്നതോടെ അതിൽ നിലവിലുള്ള കുറെ കല്ലുകൾ കൂടെ നഷ്ടപ്പെടുവാനിടയായിത്തീരും. ദൈവാലയം തന്നെ പൊളിഞ്ഞു പോകുന്ന സ്ഥിതിയുണ്ടാകും. എന്നാൽ ഈ കല്ല് ദൈവസഭയിലെ കല്ലായി മാറണമെങ്കിൽ അവന്റെ അനാവശ്യമായ ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് അവന്റെ വലിപ്പം ശരിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നു. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് സഭയിൽ ഇപ്പോൾ മഴുവിന്റെ ശബ്ദവും ചുറ്റികയുടെ ശബ്ദവും ഒക്കെ കേൾക്കുന്നത്? ചെത്തേണ്ടത് ചെത്താതെ, വലിപ്പം ക്രമീകരിക്കാതെ കിട്ടിയ പാടെ ഉരുളൻകല്ലുകളെ കൊണ്ടുവച്ച് പണിയാൻ തുടങ്ങി. കൊണ്ടുവച്ചപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ മറ്റു കല്ലുകൾ വെച്ചപ്പോഴാണ് പ്രശ്നമായത്. ഉരുളൻകല്ലിന്റെ മണ്ടയ്ക്ക് മറ്റൊരു കല്ല് വെച്ച് ദൈവാലയം പണിയാൻ പറ്റില്ല. എല്ലാ കല്ലുകളും ഒരേ വലിപ്പത്തിലാണെങ്കിൽ മാത്രമേ, കുമ്മായമൊന്നുമില്ലാത്തുള്ള പണിയാണെന്ന് ഓർക്കണം. അങ്ങനൊരു കെട്ടിടത്തിന് നിലനിൽക്കണമെങ്കിൽ എല്ലാ കല്ലുകളും ഒരേ വലിപ്പത്തിലായേ മതിയാകൂ. പണക്കാരനൊരു വലിപ്പം, പാവപ്പെട്ടവനൊരു വലിപ്പം, വിദ്യാസമ്പന്നനൊരു വലിപ്പം, വിദ്യാഭ്യാസം ഇല്ലാത്തവനൊരു വലിപ്പം. ഈ രൂപത്തിൽ വ്യത്യസ്തമായ വലിപ്പമുള്ള കല്ലുകൾ വെച്ചുകൊണ്ട് ദൈവാലയം പണിയുവാൻ സാധ്യമല്ല. പക്ഷേ സത്യം പറയാൻ നമുക്ക് ധൈര്യമില്ലാതെ പോകുന്നു. അതുകൊണ്ട് കിട്ടിയ വലിപ്പത്തിലുള്ള എല്ലാ കല്ലുകളും എടുത്തു വെക്കുന്നു.
സ്വാർത്ഥതയ്ക്ക് വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി, ദശാംശം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്ര പേരെ ഞങ്ങളുടെ സഭയിൽ ചേർത്തു എന്ന് കണക്ക് കൊടുക്കാൻ വേണ്ടി, അല്ലെ ഞങ്ങളുടെ സഭയാണ് ഏറ്റവും വലിയ സഭയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഇങ്ങനെ ഈ ഉരുളൻ കല്ലുകളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ദൈവാലയം പണി പുരോഗമിക്കുകയാണ്. ആദ്യത്തെ ചില ദിവസങ്ങളിൽ പ്രശ്നമുണ്ടായില്ല എന്ന് വരാം. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമുണ്ടാകാതെ പറ്റില്ല. പ്രശ്നമുണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. പിന്നീട് അവിടിട്ട് ചെത്താൻ നോക്കും. അത് വലിയ കോലാഹലങ്ങൾക്കിടയായിത്തീരും. ദൈവാലയം പണിയുന്നിടത്ത് മഴുവിന്റെ ഒച്ചയോ ചുറ്റികയുടെ ഒച്ചയോ കേൾക്കരുത്. അങ്ങനെ കേൾക്കാതിരിക്കണമെങ്കിൽ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത കല്ലുകൾ കൊണ്ടുവന്ന് പണിയണം. മാത്രമല്ല, ഈ ദൈവത്തിന്റെ ആലയത്തിന്റെ ആ കല്ലുകളെ കുറിച്ചും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടികയും മറ്റും വെച്ച് കെട്ടിടങ്ങൾ പണിയുമ്പോൾ നാം കണ്ടിട്ടുണ്ടല്ലോ, സാധാരണ ഇഷ്ടികയ്ക്ക് അല്പം നീളക്കൂടുതൽ ഉണ്ടാകും. നീളവും വീതിയും ഉയരവും ഒരേ വലിപ്പമുള്ള ഇഷ്ടികയാണ് എന്നും സങ്കല്പിക്കുക. എങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. താഴെ മുതലേ ഇങ്ങനെ പണിതു വരുന്നു. അതിന്റെ മുകളിലേക്ക് ഒരു ഇഷ്ടിക എടുത്തു വെക്കുന്നു. എങ്ങനെയാണ് ആ ഇഷ്ടിക വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പുതുതായി വെച്ച ഇഷ്ടികയുടെ പകുതി മറ്റൊരു ഇഷ്ടികയുടെ മുകളിലും മറുഭാഗം മറ്റൊരു ഇഷ്ടികയുടെ മുകളിലുമായിട്ടാണ് നിൽക്കുന്നത്. ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നാലുടൻ അവനെ ദൈവാലയത്തിന്റെ ഒരു കല്ലായി എടുത്തു വെക്കും. പക്ഷേ അതിനു മുൻപ് വിശ്വാസത്തിൽ വന്നവർ അവനെ താങ്ങുന്നുണ്ട്. ഒരാളല്ല താങ്ങുന്നത്, രണ്ടുപേർ പപ്പാതിയായി താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? പുതുതായി വിശ്വാസത്തിൽ വന്നവരെ പഴയ വിശ്വാസികൾ, ആത്മീയത്തിൽ തഴക്കവും പഴക്കമുള്ളതായ വിശ്വാസികൾ താങ്ങിയേ മതിയാകൂ. രണ്ട് വിശ്വാസികൾ ഇവരെ താങ്ങിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് വലിയ സന്തോഷമൊക്കെയാണ്. എന്നെ രണ്ട് വിശ്വാസികൾ താങ്ങാനൊക്കെയുണ്ട്, സുഖമാണ് ഇരിപ്പ്, ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അതിന്റെ ഒരു സൈഡിലേക്ക് മറ്റൊരു ഇഷ്ടിക കൂടി എടുത്തു വെച്ചു. അതായത് ദൈവസഭയിലാകുമ്പോൾ മറ്റൊരു കല്ലു കൂടി എടുത്തു വെച്ചു. അങ്ങനെ ഒരു കല്ലൂടെ എടുത്തു വെച്ചപ്പോൾ ഇവനൊരു അല്പ സ്വാതന്ത്ര്യക്കുറവ്. അവന്റെ ഒരു സൈഡിൽ ഇതാ മറ്റൊരു കല്ലുകൂടി വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യം അല്പം കുറഞ്ഞല്ലോ. ശരിയാണ്, സ്വാതന്ത്ര്യം അല്പം കുറയും. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നും ദൈവസഭയിലില്ല. മാത്രമല്ല, നിനക്ക് സഹോദര സ്നേഹമുണ്ടാകണം, കൂട്ടായ്മയുണ്ടാകണം. അതുകൊണ്ട് നിന്റെ ഇടത്തും വലത്തും ഓരോ കല്ലുകൾ വന്നേ മതിയാകൂ. നിന്നെ പോലെ വിശ്വാസത്തിൽ വന്ന ജീവനുള്ള കല്ലുകൾ നിന്റെ ഇടത്തും വലത്തും വന്നേ മതിയാകൂ. അങ്ങനെ ഇടത്തും വലത്തും ഓരോ കല്ലുകൾ വന്നു. സ്വാതന്ത്ര്യക്കുറവുണ്ട്, എന്നാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ തലയിൽ ഒരല്പം ഭാരം. ശരിയാണ്, നിന്റെ തലയിൽ മറ്റൊരു കല്ലിന്റെ പകുതി ഭാഗം വന്ന് കയറിയിരിക്കുന്നു. ഇതുവരെ നിന്നെ രണ്ടുപേർ ചുമക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ നീയും ചുമക്കേണ്ടതായി വരുന്നു. വിശ്വാസത്തിൽ വരുന്ന ആദ്യകാലങ്ങളിൽ ആരെയും നീ ചുമക്കേണ്ടതായി വരികയില്ല. എന്നാൽ അല്പം തഴക്കവും പഴക്കവും ഒക്കെ വരുമ്പോൾ നീ പലരെയും ചുമക്കേണ്ടതായി വരും. നിന്റെ തലയിൽ ഒരു കല്ലിന്റെ പകുതി വന്നു. അല്പം കഴിയുമ്പോൾ മറ്റൊരു കല്ലിന്റെ പകുതി കൂടി വന്നു. ചുരുക്കത്തിൽ എന്താണ് നിന്റെ സ്ഥിതി? ഇപ്പോൾ നിന്നെ രണ്ടുപേർ പപ്പാതിയായി ചുമക്കുന്നു. നിന്റെ ഇടത്തും വലത്തും കൂട്ടായ്മയ്ക്കായി നിന്നെ പോലുള്ള ഓരോ കല്ലുകൾ ഇരിക്കുന്നു. നിന്റെ മുകളിൽ രണ്ട് കല്ലുകളുടെ പപ്പാതി ഭാരം വഹിക്കേണ്ടവനാണ് നീ. ദൈവസഭയിലുള്ളവർ ഈ വിധത്തിലേ ഇരിക്കാൻ പറ്റൂ. പണ്ട് വെളിമ്പറമ്പിൽ ഒരു ഉണ്ടക്കല്ലായി കിടന്ന കാലത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ആവശ്യമില്ലാത്തതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ദൈവസഭയുടെ ഒരു കല്ലായി നീ മാറിയപ്പോൾ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ കടന്നു വന്നു. ആ ഉത്തരവാദിത്തമാണ് സഹോദര സ്നേഹം, കൂട്ടായ്മ. രണ്ട് സൈഡിലും മറ്റു ചിലരെ നീ ചുമക്കേണ്ടതായി വരുന്നു. പക്ഷെ നിന്നെ മറ്റു ചിലർ ചുമക്കുന്നുണ്ട്. നീയും സ്വതന്ത്രനായി നിൽക്കുകയല്ല, മറ്റു ചിലർ സഹായിക്കുന്നത് കൊണ്ടാണ് നീ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ മറ്റു ചിലരെ സഹായിക്കാൻ കടപ്പെട്ടവനാണ്. നിന്റെ ഇടത്തും വലത്തും നിനക്ക് കൂട്ടായ്മ തരുവാൻ ആൾക്കാരുണ്ട്. പണ്ടേ വെളിമ്പറമ്പിൽ കിടന്നപ്പോൾ ഒരു സൈഡ് കൊണ്ട് ഭൂമിയെ നോക്കി, ബാക്കിയുള്ള എല്ലാ സൈഡും കൊണ്ട് ലോകത്തെ നോക്കി കിടക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവസഭയുടെ കല്ലായി നീ മാറിയപ്പോൾ ആ സ്ഥിതിയൊക്കെ പോയി. ഒന്നാമതേ ഒരു ഷേപ്പ് വന്നു. 6 മുഖങ്ങളുള്ള, നീളവും വീതിയും ഉയരവും എല്ലാം തുല്യമായ ഒരു ക്യൂബ് പോലെ, ഒരു സമചതുരക്കട്ട പോലെ നീ ആയി. പണ്ടത്തെ പോലെ ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കാൻ നിനക്ക് പറ്റില്ല. ഇപ്പോൾ നീ